പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും തൻ്റെ അനുചരന്മാരുമായി ചർച്ച നടത്തുകയാണ്. സിറിയയിൽ നിന്നും ഖുറൈശികളുടെ വലിയൊരു കച്ചവട സംഘം മക്കയിലേക്ക് മടങ്ങുന്നുണ്ടെന്ന പ്രാഥമിക വിവരം നബി തങ്ങൾക്ക് ലഭിച്ചു. അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ ഖുറൈശികളുടെ വലിയൊരു കച്ചവട സംഘം സിറിയയിൽ നിന്നും കടന്നു വരുന്നുണ്ട്. അബൂ സുഫിയാന്റെ കച്ചവട സംഘത്തെ തടയാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തീരുമാനിച്ചതിന് കാരണം മക്കയിലെ ഖുറൈശികളുടെ ഏറ്റവും വലിയ കരുത്ത് അവരുടെ സിറിയയുമായുള്ള കച്ചവടമായിരുന്നു. മദീനയിലൂടെ കടന്നു പോകുന്ന ഈ കച്ചവട പാത തടയുന്നതിലൂടെ ഖുറൈശികളുടെ സാമ്പത്തിക അടിത്തറ തകർക്കാനും മുസ്ലിങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യാൻ അവർക്ക് പണം ലഭിക്കുന്നത് തടയാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലക്ഷ്യമിട്ടു. മുസ്ലിങ്ങൾ മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജ്റ ചെയ്തപ്പോൾ അവരുടെ വീടുകളും സ്വത്തുക്കളും ഖുറൈശികൾ അനധികൃതമായി പിടിച്ചെടുത്തിരുന്നു. ആ സ്വത്തുക്കൾ ഉപയോഗിച്ചാണ് ഖുറൈശികൾ ഈ കച്ചവടം നടത്തിയിരുന്നത്. അതിനാൽ ഈ കച്ചവട സംഘത്തെ തടയുക എന്നത് മുസ്ലിങ്ങളുടെ നഷ്ടപ്പെട്ട അവകാശങ്ങൾ തിരിച്ചു പിടിക്കാനുള്ള ഒരു മാർഗമായി അവർ കണ്ടു. വർഷങ്ങളോളം മക്കയിൽ മുസ്ലിങ്ങളെ ഖുറൈശികൾ ക്രൂരമായി പീഡിപ്പിച്ചിരുന്നു. മദീനയിൽ എത്തിയ ശേഷവും അവർ മുസ്ലിങ്ങളെ സമാധാനമായി ജീവിക്കാൻ അനുവദിച്ചിരുന്നില്ല. ഖുറൈശികൾക്ക് വലിയൊരു സാമ്പത്തിക പ്രഹരം ലഭിക്കുന്നതിലൂടെ അവരെ ചർച്ചകൾക്ക് പ്രേരിപ്പിക്കുകയും മദീനക്ക് നേരെയുള്ള ഭീഷണി കുറയ്ക്കുകയും ചെയ്യുക എന്നതായിരുന്നു പ്രവാചകന്റെ തന്ത്രം. മദീനയിൽ പുതുതായി നിലവിൽ വന്ന ഇസ്ലാമിക രാഷ്ട്രം ഒരു ദുർബലമായ സംഘമല്ലെന്നും തങ്ങളുടെ അതിർത്തിയിലൂടെയുള്ള കച്ചവടം തടയാൻ മുസ്ലിങ്ങൾക്ക് ശക്തിയുണ്ടെന്നും ഖുറൈശികളെ ബോധ്യപ്പെടുത്തുക എന്ന രാഷ്ട്രീയ ലക്ഷ്യവും ഇതിനുണ്ടായിരുന്നു. സിറിയൻ അതിർത്തിക്കടുത്തുള്ള ഹൗറാ എന്ന സ്ഥലത്തേക്ക് അബൂ സുഫിയാന്റെ കച്ചവട സംഘം വരുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കാൻ ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ല, സഅദ് ഇബ്നു സഈദ് റളിയല്ലാഹു അൻഹു എന്നിവരെ നബി തങ്ങൾ അയച്ചു. സിറിയയിൽ നിന്നും കച്ചവടം കഴിഞ്ഞ് മടങ്ങുന്ന ഖുറൈശികളുടെ വലിയ സംഘമെന്ന് അവിടെ എത്തുമെന്നും അവരുടെ കൂടെ എത്ര പേരുണ്ടെന്നും മനസ്സിലാക്കുകയായിരുന്നു ഇവരുടെ ചുമതല. അവർ അവിടെ പോയി വിവരങ്ങൾ ശേഖരിച്ച് മടങ്ങി എത്തുമ്പോഴേക്കും കച്ചവട സംഘം മദീനയിലൂടെ കടന്നു പോകുമെന്ന് മനസ്സിലാക്കിയ നബി തങ്ങൾ ബസ്ബസ് ബിൻ അമ്ർ, അദീ ബിൻ അബി സക്ബ എന്നീ അൻസാരികളെ ബദറിലേക്ക് നിരീക്ഷണത്തിനായി പറഞ്ഞയച്ചു. ഇവർ ബദറിന് ചുറ്റുമുള്ള പ്രാദേശിക വിവരങ്ങൾ ശേഖരിക്കാനാണ് പോയത്. ബദറിൽ എത്തിയ അൻസാരികൾ തൻ്റെ ഒട്ടകങ്ങളെ ഒരു താഴ്വാരത്തിൽ കെട്ടിയിട്ടു. അവർ യാത്രക്കാരാണെന്ന് തോന്നിപ്പിക്കും വിധം വേഷം മാറി അതീവ ജാഗ്രതയോടെ ബദറിലെ കിണറിനടുത്തേക്ക് പോയി. കിണറിൽ നിന്നും വെള്ളം കോരിക്കൊണ്ടിരുന്ന രണ്ട് സ്ത്രീകൾ തമ്മിൽ തർക്കിക്കുന്നത് അവരുടെ ശ്രദ്ധയിൽപ്പെടുന്നു. അതിൽ ഒരു സ്ത്രീ, എനിക്ക് തരാനുള്ള കടം നീ എപ്പോഴാണ് വീട്ടുക? രണ്ടാമത്തെ സ്ത്രീ പറയുന്നു, നീ വിഷമിക്കേണ്ട, നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ഖുറൈശികളുടെ കച്ചവട സംഘം ഇവിടെ എത്തും. ഞാൻ അവർക്ക് വേണ്ടി ജോലി ചെയ്യുന്നുണ്ട്. അവർ വന്നാലുടൻ നിന്റെ കടം ഞാൻ വീട്ടിക്കൊള്ളാം. വിവരം ലഭിച്ച ഉടൻ തന്നെ അവർ അവിടെ നിന്നും ഒട്ടും സമയം കളയാതെ മദീനയിലേക്ക് തിരിച്ചു. മദീനയിൽ എത്തിയ ബസ്ബസും അദിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുന്നു. അള്ളാഹുവിൻ്റെ പ്രവാചകരെ, അബൂ സുഫിയാന്റെ സംഘം ഒന്നല്ലെങ്കിൽ 2 ദിവസത്തിനുള്ളിൽ ബദർ വഴി കടന്നു പോകും. ആ കച്ചവട സംഘത്തിൽ 1000-ഓളം ഒട്ടകങ്ങളും ഏകദേശം 5000 സ്വർണം ദീനാറിൻ്റെ ചരക്കുകളുമുണ്ട്. വെറും 40-ഓളം ആളുകൾ മാത്രമാണ് അവർക്ക് കാവലായുള്ളത്. ഈ വിവരം ലഭിച്ചതോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടൻ തന്നെ അനുചരന്മാരെ വിളിച്ചുകൂട്ടി പുറപ്പെടാൻ നിർദ്ദേശം നൽകി. ബസ്ബസും അദിയും പോയി അല്പം കഴിഞ്ഞപ്പോൾ അബൂ സുഫിയാൻ തനിച്ച് ബദറിലെ കിണറിന് അരികിലെത്തുന്നു. അബൂ സുഫിയാൻ അവിടെ ഉണ്ടായിരുന്ന മജ്ദി ബിൻ അമ്ർ എന്നയാളോട് ചോദിക്കുന്നു, ഇവിടെ സംശയാസ്പദമായ ആരെയെങ്കിലും കണ്ടോ? അയാൾ മറുപടി പറഞ്ഞു, പ്രത്യേകിച്ച് ആരെയും കണ്ടില്ല. പക്ഷേ 2 ആളുകൾ ഒട്ടകപ്പുറത്ത് വന്ന് ആ കുന്നിൻ മുകളിൽ അല്പം നിന്നിരുന്നു. അവർ വെള്ളം കുടിച്ചു വേഗം പോയി. അബൂ സുഫിയാൻ ഉടൻ തന്നെ ആ ഒട്ടകങ്ങൾ നിന്ന സ്ഥലത്തെത്തി അവയുടെ കാഷ്ടം പരിശോധിച്ചു. അതിൽ മദീനയിലെ ഈത്തപ്പഴത്തിൻ്റെ കുരുക്കൾ കണ്ട അദ്ദേഹം ഞെട്ടിപ്പോയി. അബൂ സുഫിയാൻ വിളിച്ചു പറഞ്ഞു, ഇത് യസ്രിബിലെ തീറ്റയാണല്ലോ. മുഹമ്മദ് നബിയുടെ ആളുകൾ തന്നെ തടയാൻ തൊട്ടടുത്തു തന്നെയുണ്ടെന്ന് അദ്ദേഹം ഉറപ്പിച്ചു.
സാധാരണ കച്ചവട സംഘങ്ങൾ പോകുന്ന പ്രധാന പാത ഉപേക്ഷിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. ബദർ വഴി പോയാൽ മുസ്ലിങ്ങളുടെ പിടിയിലാകുമെന്ന് മനസ്സിലാക്കിയ അദ്ദേഹം സംഘത്തെ ചെങ്കടൽ തീരത്തു കൂടിയുള്ള വിജനമായ മറ്റൊരു വഴിയിലൂടെ തിരിച്ചുവിട്ടു. തൻ്റെ കച്ചവട സംഘം വലിയ അപകടത്തിലാണെന്നും സഹായിക്കാൻ സൈന്യത്തെ അയക്കണമെന്നും ആവശ്യപ്പെട്ട് ലംലം ബിൻ അംർ അൽ ഗിഫാരി എന്നയാളെ അതിവേഗം മക്കയിലേക്ക് അയച്ചു. സുഫിയാൻ അയച്ച സന്ദേശവുമായി മക്കയിലെത്തിയ ലംലം ബിൻ അംർ അൽ ഗിഫാരി വളരെ നാടകീയമായ രീതിയിലാണ് ഖുറൈശികളെ പ്രകോപിപ്പിച്ചത്. ഖുറൈശികൾക്കിടയിൽ പെട്ടെന്നൊരു യുദ്ധാവേശമുണ്ടാക്കാൻ അദ്ദേഹം മക്കയിലേക്ക് കടക്കുമ്പോൾ തന്നെ ആളുകളുടെ ശ്രദ്ധ പിടിച്ചുപറ്റാനായി അദ്ദേഹം തൻ്റെ ഒട്ടകത്തിൻ്റെ മൂക്ക് മുറിക്കുകയും അതിൻ്റെ കഴുത്തിലെ കടിഞ്ഞാൺ തിരിച്ചിടുകയും ചെയ്തു. കൂടാതെ തൻ്റെ കുപ്പായ മുൻവശത്തു നിന്നും പിൻവശത്തു നിന്നും കീറുകയും ചെയ്തു. അറബികൾക്കിടയിൽ അതീവ ഗുരുതരമായ ഒരാപത്ത് സംഭവിച്ചു എന്ന് കാണിക്കാനുള്ള അടയാളങ്ങളായിരുന്നു ഇവ. മക്കയുടെ മധ്യഭാഗത്ത് ഒട്ടകപ്പുറത്ത് നിന്നുകൊണ്ട് അദ്ദേഹം ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു: "ഓ ഖുറൈശി സമൂഹമേ, നിങ്ങളുടെ കച്ചവട സംഘം അബൂ സുഫിയാൻ്റെ കൂടെയുള്ള നിങ്ങളുടെ സ്വത്തുക്കൾ മുഹമ്മദും അനുചരന്മാരും അവരെ തടയാൻ വരുന്നു. നിങ്ങൾക്ക് അവരെ രക്ഷിക്കാൻ കഴിയില്ല. വേഗം സഹായിക്കൂ, വേഗം സഹായിക്കൂ." ലംലമിൻ്റെ ഈ പരിഭ്രാന്തി നിറഞ്ഞ വിളി കേട്ടതോടെ മക്കയിൽ വലിയൊരു ബഹളം തന്നെയുണ്ടായി. തങ്ങളുടെ അഭിമാനവും സമ്പത്തും അപകടത്തിലാണെന്ന് കരുതിയ ഖുറൈശികൾ ഒരൊറ്റ മനസ്സോടെ യുദ്ധത്തിന് തയ്യാറെടുത്തു. മുഹമ്മദിനെയും സംഘത്തെയും നമ്മൾ പാഠം പഠിപ്പിക്കും എന്ന് അവർ പ്രഖ്യാപിച്ചു. ലംലമിൻ്റെ സന്ദേശം ലഭിച്ച് വെറും 3 ദിവസത്തിനുള്ളിൽ 1000-ഓളം വരുന്ന വൻ സൈന്യം മക്കയിൽ നിന്നും പുറപ്പെട്ടു. പ്രമുഖരായ എല്ലാ ഖുറൈശി നേതാക്കളും ഈ സൈന്യത്തിലുണ്ടായിരുന്നു. അബൂ സുഫിയാനും കച്ചവട സംഘവും കടൽ തീരത്തെ സുരക്ഷിതമായ പാതയിലൂടെ മുസ്ലിം സൈന്യത്തിൻ്റെ പരിധിക്ക് പുറത്തെത്തുന്നു. ഉടൻ തന്നെ അദ്ദേഹം മക്കയിൽ നിന്നും പുറപ്പെട്ട വൻ സൈന്യത്തിലേക്ക് രണ്ടാമതൊരു ദൂതനെ അയക്കുന്നു. "നിങ്ങൾ നിങ്ങളുടെ കച്ചവട സംഘത്തെയും ആളുകളെയും സ്വത്തുക്കളെയും സംരക്ഷിക്കാനാണല്ലോ പുറപ്പെട്ടത്. ഞങ്ങൾ രക്ഷപ്പെട്ടിരിക്കുന്നു. അതിനാൽ നിങ്ങൾ യുദ്ധത്തിന് വരാതെ മക്കയിലേക്ക് തന്നെ മടങ്ങിപ്പോവുക." മക്കയിൽ നിന്നും പുറപ്പെട്ട 1000-ഓളം വരുന്ന ഖുറൈശി സൈന്യം ജുഹഫ എന്ന സ്ഥലത്ത് താവളമടിച്ചിരിക്കെയാണ് അബൂ സുഫിയാൻ്റെ ഈ സന്ദേശം ലഭിക്കുന്നത്. ഖുറൈശി നേതാവായ അഖ്നസ് ബിൻ ഷരീഖ് പറഞ്ഞു: "നമ്മുടെ സ്വത്തുക്കൾ രക്ഷപ്പെട്ട സ്ഥിതിക്ക് ഇനി മുഹമ്മദുമായി യുദ്ധം ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് മക്കയിലേക്ക് തന്നെ മടങ്ങാം." അദ്ദേഹത്തിൻ്റെ ഗോത്രമായ ബനൂ സുഹറയിലെ 300-ഓളം പേർ അവിടെ വെച്ച് തന്നെ മടങ്ങിപ്പോയി. അബൂ ജഹൽ രോഷത്തോടെ: "ഞങ്ങൾ മടങ്ങില്ല. ഞങ്ങൾ ബദറിലെത്തും. അവിടെ 3 ദിവസം താമസിച്ച് ഒട്ടകങ്ങളെ അറുത്ത് വിരുന്നൊരുക്കും, വീഞ്ഞു കുടിക്കും, ഗായികമാർ പാട്ടുപാടട്ടെ. അറബികളാകെ നമ്മുടെ ഈ പുറപ്പാടിനെക്കുറിച്ച് കേൾക്കണം. ഇനി ഒരിക്കലും മുസ്ലിങ്ങൾ നമുക്കെതിരെ വരാൻ ധൈര്യപ്പെടരുത്." അബൂ ജഹലിൻ്റെ വാശിക്കു മുന്നിൽ സമാധാനം ആഗ്രഹിച്ചവർക്ക് വഴങ്ങേണ്ടി വന്നു. ബാക്കിയുള്ള 1000 പേരോളം വരുന്ന സൈന്യം ബദർ ലക്ഷ്യമാക്കി നീങ്ങി. ഈ